recordings കൊടുക്കാൻ. Good morning. ഇന്ന് നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ബാക്കി പത്രം തന്നെ എന്ന് പറയാം. അതായത് സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. സോഷ്യൽ സൈക്കോളജി എന്ന് വിചാരിച്ച് എന്താണ്, ഒരു ഇൻഡിവിജ്വലിന് സോഷ്യൽ സെറ്റിങ്സിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡിവിജ്വല് സോഷ്യൽ സെറ്റിങ്സിൽ അയാളെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് സോഷ്യൽ സൈക്കോളജി. ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പഠിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് തിയറീസ് ഉണ്ടാക്കുക, ഇന്റർവെൻഷൻസ് കണ്ടെത്തുക, ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്ന ബ്രാഞ്ചാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞത്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ശരിക്കും സയൻസ് ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പ്യുവർ സയൻസ് ആണ്. ഈ സോഷ്യൽ സൈക്കോളജി എന്ന് വരുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് തിയറീസും കാര്യങ്ങൾ ഉണ്ടാക്കുക, ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, ഇന്റർവെൻഷൻസ് നടത്തുക അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ചുമ്മാ പറയാട്ടോ, സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചില്ലേ, മറ്റൊരാളുടെ പ്രസൻസോ കോമ്പറ്റേറ്റേഴ്സോ ഉണ്ടാവുമ്പോൾ പെർഫോമൻസ് കൂടും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ലൈക്ക് സോഷ്യൽ സൈക്കോളജി പഠിച്ചു. അപ്പൊ അത് അപ്ലൈ ചെയ്യും, എന്താക്കും, അതിനൊരു ഇന്റർവെൻഷൻ ഉണ്ടാകും. ഇപ്പം ഒരു സ്കൂൾ ലെവലൊക്കെ കോമ്പറ്റീഷൻസ് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ കോമ്പറ്റീഷൻ കൊണ്ടുവന്നാൽ പെർഫോമൻസ് കൂടുന്നുള്ള രീതിയിൽ അത് അപ്ലൈ ചെയ്യും. അതായത് ഇവിടെ പഠിച്ച കാര്യങ്ങൾ അവരുടെ അപ്ലൈ ചെയ്യുന്ന സയൻസ് തിയറി ആക്കി മാറ്റുന്ന ബ്രാഞ്ചാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ തിയറി ആക്കുമ്പോൾ ഒരുപാട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കറക്റ്റ് അതൊരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഭയങ്കര അക്യുറേറ്റ് ഒക്കെ ആയിരിക്കണം. ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി. സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസും അതാണ്. രണ്ടും എന്താണ്, ഒന്ന് മനുഷ്യരെ പഠിക്കാൻ ഉപയോഗിക്കുന്നു, രണ്ടാമത്തത് അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അതായത് പഠിച്ച സാധനങ്ങൾ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് രണ്ടാമത്തത് വരുന്നത്. അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നോക്കാം നമുക്ക്. നാളെ മുതൽ നിങ്ങൾക്ക് 2 സെഷൻ ഉണ്ടായിരിക്കും കേട്ടോ, കാരണം എന്നാലേ തീരത്തുള്ളൂ. ഞാൻ ഒരു 2 ദിവസം ലീവായിരിക്കും, എനിക്ക് പുറത്തുനിന്ന് പോകാനുണ്ട്. അപ്പോൾ നാളെ തൊട്ട് 2 ഉണ്ടാവും. നാളെ നമ്മൾ മിക്കവാറും അപ്ലൈഡ് നാളെ തീരും, ഇന്ന് തീർന്നില്ല നാളെ തീരും. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇപ്പം എപ്പോഴും തോന്നുട്ടോ കുറച്ചുകൂടെ നേരത്തെ നിങ്ങളത് തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത്. തേർഡ് ഇയർ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ജനുവരി തന്നെ തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പം ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ്. അപ്പം അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷനും നേച്ചറും സ്കോപ്പും എല്ലാം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് ഡെഫിനിഷൻ പറയുന്നുണ്ട്, നേച്ചർ ആൻഡ് സ്കോപ്പ് പറയുന്നുണ്ട്. ഇത് 3ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പം അക്കോർഡിംഗ് ടു ഷ്നീഡർ എന്നാണ് വായിക്കുക. എറ്റ് ഓൾ എന്ന് എഴുതിയാൽ ഷ്നീഡറും ഒരുപാട് പേരെന്ന് കേട്ടോ അർത്ഥം. എറ്റ് ഓൾ എന്ന് എഴുതിയാൽ ഒരുപാട് പേര്. ഷ്നീഡറുടെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും, അതാണ് ഷ്നീഡർ എറ്റ് ഓൾ എന്ന് പറയുന്നത്. അപ്പൊ ഷ്നീഡർ എറ്റ് ഓൾ പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സയൻസ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു കോംപ്രിഹെൻഡ് ഹൗ ഇൻഡിവിജ്വൽ റിലേറ്റ്, തിങ്ക്, ഫീൽ ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. നമ്മള് സോഷ്യൽ സൈക്കോളജിന്റെ ക്ലാസ്സിൽ കറക്റ്റ് പറഞ്ഞതാണ് അല്ലെ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസ് ആണ്. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, ചിന്തിക്കുന്നു, ഫീൽ ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈച്ച് അതർ. അതായത് മറ്റൊരാളുടെ പ്രസൻസ് വരുമ്പം ഒരാളുടെ ബിഹേവിയർ, ഫീലിങ്സ്, തിങ്കിങ്, റിലേഷൻ ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് പഠിക്കുന്ന ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി. Thus, social psychology mainly focus on the social dimensions of human behavior. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഡയമെൻഷൻസ് ആണ്. സോഷ്യലുമായിട്ട്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡയമെൻഷൻസ് ആണ് സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്, ഹ്യൂമൻ ബിഹേവിയർ. നേരെ മറിച്ച് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയോ, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ് that draws on social psychology theories, principle, method, and research evidence to contribute to the understanding of social and practical problems
and the development of intervention strategies for improving the functions of individuals, group, organization, committees, and societies with respect to social and practical problems. ഇതാണ് കേട്ടോ ഡെഫിനിഷന്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ചാണ്. സോഷ്യൽ സൈക്കോളജിയുടെ തിയറിയും പ്രിൻസിപ്പിളും മെത്തേഡും റിസർച്ചും എവിഡൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഒരു സൊസൈറ്റി നേരിടുന്ന സോഷ്യൽ പ്രോബ്ലംസും പ്രാക്ടിക്കൽ പ്രോബ്ലംസും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ സോഷ്യൽ സൈക്കോളജിയിലെ തിയറി ഉപയോഗിച്ചിട്ട് ഇന്റർവെൻഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ മാറ്റാം, ഒരു ഗ്രൂപ്പിനെ എങ്ങനെ കോസീവ് ആക്കാം, ഒരു പിന്നെ എന്താണ് ഇൻഡിവിജ്വൽ സ്കൂളിൽ എങ്ങനെ, എല്ലാ സ്ഥലത്തോട്ടും. അതിപ്പം ഇൻഡിവിജ്വൽ ആവാം, ഗ്രൂപ്പ് ആവാം, ഓർഗനൈസേഷൻസ് ആവാം, കമ്മിറ്റീസ് ആവാം, സൊസൈറ്റീസ്. സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം ഉള്ളിടത്തൊക്കെ, അതായത് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം, ടെററിസം, അതുപോലെ തന്നെ ഈ പ്രെജുഡിസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ് അല്ലെ. ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഈ സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് സോഷ്യൽ സൈക്കോളജിയുടെ തിയറിയും പ്രിൻസിപ്പിളും മെത്തേഡ് റിസർച്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനെ മറികടക്കാനുള്ള ഇന്റർവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക എന്നാണ് അപ്ലൈഡ്. അതായത് ഈ സോഷ്യൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന സാധനം ഇവിടെ അപ്ലൈ ചെയ്യുക. അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. Applied social psychology can be termed as a science as its branch of social psychology which also as termed as a science. അതായത് ഒരു സയൻസ് ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സയൻസ് ആണ്. സോഷ്യൽ സൈക്കോളജിയുടെ തന്നെ ബ്രാഞ്ച് ആയതുകൊണ്ട് അതൊരു പ്യുവർ സയൻസ് ആണ്. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ? 4 പേരൊന്ന് പറഞ്ഞേ. ആകെ ഇന്ന് 4 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും പ്രാക്ടിക്കൽസിന് പോയതാണ്. ഞാൻ പിന്നെ വിചാരിച്ചു പ്രാക്ടിക്കൽസിന് പോയാലും നമുക്ക് ക്ലാസ് എടുക്കാമെന്ന്. പറയണേ, ബാക്കിയുള്ളവർ പറയണേ. അപ്ലൈഡ് മനസ്സിലായിട്ടില്ലേ പറയാം, അതാണ് ഒന്നുകൂടി പറഞ്ഞത്. കാരണം ആ ഡെഫിനിഷൻ എന്തായാലും എഴുതി വെക്കാണ്ടാവും. മനസ്സിലായോ ബാക്കിയുള്ളവര്? ഓക്കെ, ഇനി ഒക്സാമും സ്കൾസും 1998 ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത ഡെഫിനിഷൻ ആട്ടോ. ആദ്യം നമ്മള് ആരുടെ ഡെഫിനിഷനാ പറഞ്ഞത്? ഷ്നീഡറിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി ഒസ്കാം ആൻഡ് ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ കേട്ടോ. ഒസ്കാം ആൻഡ് സ്കൾസ് ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആസ് എ ആപ്ലിക്കേഷൻ ഓഫ് ദി കൺസ്ട്രക്ട്, പ്രിൻസിപ്പിൾ, തിയറി, ഇന്റർവെൻഷൻ ടെക്നിക്, റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി in order to develop a comprehensive understanding of social problems in order to deal with them effectively. അതായത് ഒസ്കാംബ് ആൻഡ് സ്കള്ള് പറഞ്ഞത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇതൊരു നല്ല ഡെഫിനിഷൻ ആട്ടോ. സോഷ്യൽ സൈക്കോളജിയിലെ കൺസ്ട്രക്ട്സും പ്രിൻസിപ്പിളും തിയറിയും ഇന്റർവെൻഷൻ ടെക്നിക്സും റിസർച്ച് മെത്തേഡൊക്കെ എവിടെ അപ്ലൈ ചെയ്യാണ്? സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസിന് അപ്ലൈ ചെയ്യാണ്. എന്തിന്? അതൊക്കെ എഫക്റ്റീവ്ലി ഡീൽ ചെയ്യാൻ. നോക്കിക്കേ, അപ്ലിക്കേഷൻ ഓഫ് കൺസ്ട്രക്റ്റീവ് പ്രിൻസിപ്പിൾസ്, തിയറീസ്, ഇന്റർവെൻഷൻ ടെക്നിക്സ്, റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി in order to develop a comprehensive understanding to social problems. കണ്ടോ, ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? സോഷ്യൽ പ്രോബ്ലംസ് മനസ്സിലാക്കാനും in order to deal with them effectively, അതിനെ ഡീൽ ചെയ്യാൻ എഫക്റ്റീവ്ലി. ഇതാണ് സോഷ്യൽ സൈക്കോളജി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി കേട്ടോ. ഇനി ജസ്റ്റ് ഒരു ചെറിയ ഹിസ്റ്ററി പറയാണ് കേട്ടോ, ചെറിയൊരു ഹിസ്റ്ററിയാണ്. The root of applied social psychology can be traced to Kurt Lewin, who conducted a research in 1936 that focused on certain social and practical issues and problems. Kurt Lewinന്റെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിരുന്നു 1936. അതിൽ വെച്ചിട്ടാണ് എന്താണ് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു റിസർച്ച് ചെയ്തിരുന്നു. അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ചരിത്രം എന്ന് തുടക്കം എന്ന് പറയുന്നത്. The purpose of these studies carried out by Lewin and his colleagues was not on adding to the existing fund of knowledge but to find a solution to problem. കണ്ടോ, ഇതാണ് മെയിൻ. അതായത് ഇവര് ഈ സ്റ്റഡീസ് ക്യാരി ചെയ്തത് വെറുതെ ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കൂടി വേണ്ടിയിട്ടായിരുന്നു. ഒരു റിസർച്ച് ചെയ്ത് എങ്ങനെ ഈ പ്രോബ്ലം മറികടക്കാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. Thus, Lewin mainly worked in the direction of creating a link between theory and application. അവിടെ ലെവിൻ എന്താണ് ചെയ്തത്? ആ പ്രോബ്ലം പിന്നെ എന്താണ് ആ പ്രോബ്ലത്തിന്റെ ഒരു നോളജ്, ആ പ്രോബ്ലം എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ റിസർച്ച് ചെയ്തത്. എന്തിനാണ് ചെയ്തത്? അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തെന്താണ്? ഒരു ലിങ്ക് ഉണ്ടാക്കി, തിയറി ആൻഡ് ആപ്ലിക്കേഷൻ. അദ്ദേഹം ആ റിസർച്ചിലൂടെ ഒരു തിയറിയും ഒരു ആപ്ലിക്കേഷനും ആണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്.
അടുത്ത മുസാഫർ ഷെരീഫിന്റെ അതുപോലെ പറയുന്നുണ്ട് കേട്ടോ. Muzaffar Sharif in a research on conflict resolution in 1966 also greatly contributed to the development of field of applied social psychology. Muzaffar Sharif in a conflict resolution എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസർച്ച് ഉണ്ടായിരുന്നു. അതും നന്നായിട്ട് അപ്ലൈഡ് സോഷ്യൽ എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ ചെയ്യാം, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടാക്കാം എന്നായിരുന്നു മുസാഫർ ഷെരീഫ്. 1966 1966 also saw many a need to make psychology socially relevant, thus playing a great role for betterment of the society. അതായത് 1960 കാലഘട്ടം എന്ന് പറയുന്നത് സൈക്കോളജി ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് മാറി. ഒരു ഗ്രേറ്റ് റോൾ ബെറ്റർമെന്റ് ഓഫ് ദി സൊസൈറ്റി ഉണ്ടാക്കാൻ ഒരു ഗ്രേറ്റ് റോള് സോഷ്യൽ സൈക്കോളജി പ്ലേ ചെയ്തു. കാരണം സോഷ്യൽ സൈക്കോളജിയുടെ തിയറി ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലൊരു നാളെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാനാണ്. അതിലെ തിയറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് സൊസൈറ്റിനെ നന്നാക്കാനാണ് നോക്കുന്നത്. In 1969, various articles that were published in American Psychologist focused on interaction between science and social issues and problems. ചരിത്രമായിട്ട് പറയുന്നത് 69 ആയതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഇറങ്ങി അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ ഫോക്കസ് ചെയ്യാണ് സയൻസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം, സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. By 1970s, the applied social psychology was well established as a separate field. കണ്ടോ, 1939 ലെവിന്റെ ഫസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത്. അവിടെ 66 മുസാഫർ ഷെരീഫിന്റെ കാര്യങ്ങൾ വന്നു. 70 ആവുമ്പത്തേനും എന്തായി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സെപ്പറേറ്റ് ഫീൽഡ് തന്നെയായിട്ട് മാറി. ജേർണൽ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ്, ഫസ്റ്റ് ജേർണൽ വരുന്നത് 1970-71 സമയത്താണ്. ഡോക്ടറൽ പ്രോഗ്രാം PhD വന്നു ഇൻ ദ സബ്ജക്ട് ഏരിയ വാസ് ഓഫർഡ് ബൈ ലോയാള യൂണിവേഴ്സിറ്റി ഷിക്കാഗോ USA 1974. 1936 കർട്ട്ലെവിന്റെ ഫസ്റ്റ് എന്താണ് റിസർച്ച് വരുന്നു. അതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൂടിയുള്ളതായിരുന്നു. അവിടെ തുടക്കം വന്നു. എവിടെ, നമ്മുടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഒരു 4 പോയിന്റ് പറയാ എന്നുള്ളതാണ്. ഇതുവരെ മതി ആ ഒരു റൂട്ട് പറയാൻ. എങ്ങാനും ഒരു 10 മാർക്കിന് എസ്സേ വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്താണ്, ഇവിടെ ലെവിനും കൊളാബറേറ്റേഴ്സും തിയറിയും ആപ്ലിക്കേഷൻ നമ്മളെ ലിങ്കാണ് പഠിച്ചത്. 66 ഷെരീഫിന്റെ കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ഭയങ്കരമായിട്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഇവിടെ അമേരിക്കൻ 69 ആവുമ്പോൾ അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് ജേർണൽ ഇറക്കി. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി 70 ആവുമ്പത്തേനും എന്തായ ഒരു സെപ്പറേറ്റ് ഫീൽഡായി. 70-71 ഫസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം വരുന്നു ലോയാള യൂണിവേഴ്സിറ്റിയിൽ. ഇതാണ് കുഞ്ഞു ചരിത്രം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുതരും എങ്ങനെയാണ് എഴുതേണ്ടേ എന്നുള്ളത്. ചിലപ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു സ്കോപ്പ് തിയറി എന്നൊക്കെ ചോദിച്ചിട്ട് എഴുതുമ്പോൾ 10 മാർക്കിന് എഴുതുമ്പോൾ അത് മൊത്തത്തിൽ എഴുതി വെക്കേണ്ടി വരും. ഇനിയാണ് മെയിൻ കമ്പോണൻസ് ഓഫ് തിയറീസ്, അതായത് സോഷ്യൽ സൈക്കോളജിയുടെ തിയറിയുടെ മെയിൻ 4 കമ്പോണൻസ്. സോഷ്യൽ സൈക്കോളജിയുടെ തിയറിയിലെ മെയിൻ 4 കമ്പോണൻസ്: സ്കോപ്പ്, റേഞ്ച്, ടെസ്റ്റബിലിറ്റി, പാർസിമൺ. സോഷ്യൽ സൈക്കോളജിയുടെ തിയറിയുടെ 4 കമ്പണൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കോപ്പ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് ദാറ്റ് ആർ കവേർഡ് ഓർ എക്സ്പ്ലെയിൻ ബൈ ദ തിയറി. എത്ര തിയറീസ് കവർ ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ്, അതായത് എത്ര ബിഹേവിയേഴ്സ്, തിയറീസ് അല്ല, എത്ര ബിഹേവിയേഴ്സ് തിയറി കവർ ചെയ്യുന്നുണ്ട് എന്നാണ്. അത്രത്തോളം സ്കോപ്പാണ്. എത്ര ബിഹേവിയർ, ചിലപ്പോൾ പിന്നെ പ്രജുഡിസ് ആവാം, ആറ്റിറ്റ്യൂഡ് ആവാം, ആട്രിബ്യൂഷൻ ആവാം, ഡിസ്ക്രിമിനേഷൻ ആവാം. എത്ര ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഒരു തിയറി എത്ര ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് ഒരു തിയറി ഇട്ടോ, അതിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. റേഞ്ച് എന്ന് പറയുന്നത്, range has to do with whether behavior of certain individual behavior is covered or that all the individual. റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെയാണോ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും ആണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണോ, റേഞ്ചാണ്. അതായത് മലയാളികളെ മാത്രമാണോ, ഇന്ത്യക്കാരെ മാത്രമാണോ, അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരെ മാത്രമാണോ, അങ്ങനെ പറയുന്നതിനാണ് റേഞ്ച്. അതായത് ഒരു ഇൻഡിവിജ്വൽ, സെർട്ടൈൻ ഇൻഡിവിജ്വലിനെ ആണോ അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ആണോ, ഇന്ന സ്ഥലത്തുള്ള ഇൻഡിവിജ്വലിനെ ആണോ അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വലിനെയും ആണോ എന്ന് പറയുന്നതാണ് റേഞ്ച്.
ഇനി ടെസ്റ്റിമണി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ തിയറീസ് ടെസ്റ്റബിലിറ്റി ഉണ്ടാവണം, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെസ്റ്റബിലിറ്റി ഹാസ് ടു ഡു വിത്ത് വെദർ എ തിയറി ക്യാൻ ബി ടെസ്റ്റഡ്, ദാറ്റ് ഇസ് വെദർ ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. ഒരു ടെസ്റ്റ്, ആ തിയറി ടെസ്റ്റ് ചെയ്യാൻ പറ്റണം, അതാണ് ടെസ്റ്റിമണി. പാർസിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് സിമ്പിൾ ആസ് പോസിബിൾ ആയിരിക്കണം തിയറി, കട്ടി ഗരാവരുത്. പാർസിമണി ഡിനോട്സ് ദാറ്റ് ലെസ് പ്രപ്പോസിഷൻസ് ആർ യൂട്ടിലൈസ്ഡ് ബൈ എ തിയറി വൈൽ ആൻ ഇവൻ ഓർ ഫിനോമിന ഇസ് എക്സ്പ്ലെയിൻ. ഒരു ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രപ്പോസിഷൻസ് ഒക്കെ കുറച്ചിട്ട്, ഈസും മാസം ഒക്കെ കുറച്ചിട്ട് വളരെ ചുരുക്കിയിട്ട് വളരെ റെലവെന്റ് ആയിട്ട് പറയുന്നതിനെയാണ് പാർസിമണി. അപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, സ്കോപ്പ്, ഇൻഡിവിജ്വലിലെ എത്ര ബിഹേവിയർ കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തിയറി. റേഞ്ച്, ഒരു സർട്ടൈൻ ഇൻഡിവിജ്വൽസിനെയാണോ അല്ലെങ്കിൽ ഓൾ ദ ഇൻഡിവിജ്വൽസിനെയാണോ അത് കവർ ചെയ്യുന്നത്. ടെസ്റ്റിമണി, ആ തിയറി ടെസ്റ്റ് ചെയ്യാൻ പറ്റണം, പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. പാർസിമണി എന്ന് പറഞ്ഞാൽ ലെസ് പ്രപ്പോസിഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തിയറി ഇൻവെന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യണം, വളരെ നല്ല എന്താ പറയാ ചെറുതാക്കിയിട്ട്. ഇതാണ് 4 മെയിൻ കമ്പോണൻസ് ഓഫ് തിയറി. ഓക്കെ ആണോ? ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ തിയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 2-3 പോയിന്റ്സ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. In order to understand theories in an adequate manner, it is also important to follow the scientific process including observation, theory development, specific hypothesis and hypothesis testing. അതായത് തിയറിനെ പറ്റിയിട്ടാണ് പറഞ്ഞു. സോഷ്യൽ സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു തിയറി മനസ്സിലാക്കണമെങ്കിൽ ഒരു സയന്റിഫിക് പ്രോസസ്സിലായിരിക്കണം അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒബ്സർവേഷൻ വേണം, തിയറി ഡെവലപ്മെന്റ് വേണം, സ്പെസിഫിക് ഹൈപ്പോത്തസിസ് വേണം, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ വേണം ഒരു തിയറി നല്ലതാവണമെങ്കിൽ. A theory can be developed based on the observations of the event or phenomena as they occur in day-to-day life. And the specific hypotheses are derived from the theory, can be tested, stated and then tested. അതായത് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത് ഒബ്സർവേഷൻ ബേസിലാണ്. അതെങ്ങനെ നമുക്ക് തോന്നുന്നതാണ്, ചുമ്മാ ഞാൻ പറയാട്ടോ, ഇന്ന ആൾക്കാരോട് ചുമ്മാ പറയട്ടോ, അതുള്ള നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. ഇന്ന ആൾക്കാരോട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് ഒബ്സർവേഷനിൽ നമ്മൾ കണ്ടെത്തി. അപ്പൊ അതൊരു തിയറി ആക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഒബ്സർവേഷനിലൂടെ നമ്മൾ ഒരു തോന്നാണ് നമുക്ക് ഇന്ന ആൾക്കാർക്ക് ഇന്ന ഗ്രൂപ്പിനെ കൊണ്ട് എന്തുണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന്. അപ്പൊ നമ്മൾ എന്താക്കും, ഒബ്സർവേഷനിലൂടെ അതൊരു മനസ്സിലാക്കിയപ്പോ നമ്മൾ എന്താക്കും, ഹൈപ്പോത്തസിസ്, ഒരു ഊഹം ഉണ്ടാക്കും, ഇന്ന ആളുകൾ കൊണ്ട് ഇന്ന ആളുകളോട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഹൈപ്പോത്തസിസ് എപ്പോൾ എന്താണ്, ആദ്യമേ ഉത്തരം കണ്ടെത്തിയിട്ട് നമ്മൾ എന്താക്കും, ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതാണ് തിയറി ക്യാൻ ബി ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ഓഫ് ദി ഇവന്റ്. ഒബ്സർവേഷന്റെ ബേസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. Or phenomena as they occur in day-to-day life. The specific hypothesis that are derived from the theory can be stated and then tested. ആ തിയറിന്ന് ഉള്ള ഹൈപ്പോത്തസിസ് എടുത്തിട്ടാണ് നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്തത്, പ്രൂവ് ആണോ ഡിസ്പ്രൂവ് ആവണോ എന്ന്. The scope of applied social psychology is thus very vast and it finds application in various fields ranging from health, education, sports to work setup. കണ്ടോ, അതുകൊണ്ട് തന്നെ ഈ തിയറി ഉണ്ടാക്കുന്നത് കണ്ടോ, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സ്ഥലത്തായതിനെ കൊണ്ട് തന്നെ ഭയങ്കര വാസ്റ്റ് ആണ് ഏരിയ. സ്കോപ്പ് എന്ന് പറയുന്നത് ഇതാട്ടോ സ്കോപ്പ്. അപ്ലൈഡ് സൈക്കോളജി ഒരുപാട് സ്കോപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്, ഹെൽത്തിൽ സ്കോപ്പ് ഉണ്ട്, എഡ്യൂക്കേഷനിൽ സ്കോപ്പ് ഉണ്ട്, സ്പോർട്സിൽ സ്കോപ്പ് ഉണ്ട്, വർക്ക് സെറ്റപ്പിലൊക്കെ സ്കോപ്പ് ഉണ്ട്. Applied social psychology include various application including research, program designing, evaluative research, consultation and advocacy. ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. റിസർച്ചിൽ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ, ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനൊക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഭയങ്കര ഉപകാരപ്പെടും. ഇവാലുവേറ്റീവ് റിസർച്ച് ഉണ്ടാക്കാൻ, കൺസൾട്ടേഷൻ, അഡ്വക്കസിക്കൊക്കെ. The research in applied social psychology mainly focus in understanding the social issues, problems, developing suitable intervention strategy and evaluating the effectiveness of intervention strategy. അതായത് സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പുകളാട്ടോ പറയുന്നത്. ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ റിസർച്ചിലും പ്രോഗ്രാം ഡിസൈനിലും ഇവാലുവേറ്റീവ് റിസർച്ചിലും ഒക്കെ ഉണ്ട്. റിസർച്ചിന്റെ കേസിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ മനസ്സിലാക്കാൻ, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊണ്ടുവരാനാണ്. റിസർച്ച് മെയിനായിട്ട് ഒരു സോഷ്യൽ പ്രോബ്ലം മനസ്സിലാക്കി. ഇപ്പൊ എന്താണ്, അന്ധവിശ്വാസം കൂടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ആണത്. കണ്ടില്ല, നരബലി പോലെയുള്ള. അപ്പൊ എന്താക്കും,
ഈ സോഷ്യൽ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാണ്, അല്ലെങ്കിൽ ഇന്റർവെൻഷൻ കൊണ്ടുവരുന്നത്. അതൊക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്കാരാണ് ചെയ്യല്. ഇനിയിപ്പോ നോക്കിക്കോളാണ്ട് ഈ വന്നില്ല, നിങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജിന്റെ ഭയങ്കര പ്രത്യേകത മനസ്സിലാവും, മീഡിയ ഒക്കെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടൊരു കുറച്ചു കാലം അന്ധവിശ്വാസങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കും. താല്പര്യമില്ലാത്ത TV ഒഴിവാക്കാം, മാക്സിമം ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഓൾസോ ഇൻക്ലൂഡ് പ്രോഗ്രാം ഡിസൈനിങ്. Program designing mainly involves developing certain programs or intervention strategies based on research result obtained. അപ്പോൾ റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയ സാധനത്തിന് വെച്ചിട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന പണി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഇപ്പം എന്തിന് ഏതൊക്കെ ഇവിടെ തന്നെ നമുക്ക് പറയാം, എന്താണ് ഫൈൻ അടപ്പിച്ചിട്ടൊന്നും ആൾക്കാർ ഹെൽമെറ്റ് ഇടുന്നത് കൂടുന്നില്ല. അപ്പൊ നിർബന്ധമായിട്ട് 2 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യണതാക്കി. അപ്പൊ കുറെയൊക്കെ കുറഞ്ഞെന്നാ പറയും. അപ്പൊ എന്താണ് ഇങ്ങനെ പ്രോഗ്രാംസ് ഡിസൈൻ ആളുകളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കാം, ഒരു പ്രോഗ്രാം ഡിസൈൻ ആണത് അല്ലെ. 100 രൂപ ഫൈൻ കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ഫൈൻ കൊടുത്തു വരും. നേരെ മറിച്ച് നിർബന്ധമായിട്ട് 2 മണിക്കൂർ ഒരു ക്ലാസ് കേൾക്കണം എന്നാക്കി അതൊരു പ്രോഗ്രാം ഡിസൈൻ ആണ്. അപ്പൊ പിന്നെ ആൾക്കാർ ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി, സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങി. അതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനും പറ്റും. പ്രോഗ്രാം ഡിസൈനിൽ എന്താണ് സർട്ടൻ പ്രോഗ്രാംസ് ഓർ ഇന്റർവെൻഷൻ റിസർച്ച് റിസൾട്ട് കിട്ടിയ അനുസരിച്ചിട്ട്. ഇപ്പൊ റിസർച്ച് റിസൾട്ടിന് കിട്ടി, ആളുകൾ ഫൈൻ വേണേ അടയ്ക്കാൻ തയ്യാറാണ്, പക്ഷെ ആളുകൾ ഹെൽമെറ്റ് വെക്കുന്നില്ല. അതിന്റെ ബേസിൽ എന്താക്കാണ് ഡിസൈൻ ചെയ്യാണ്, ഇതുകൊണ്ട് കാര്യമില്ല, ഇത് വേണമെന്ന്. അങ്ങനെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനും പറ്റും. ഓക്കെ, they can be applied to environment and diversity, community and legal system. എൻവയോൺമെന്റിന്, പരിസ്ഥിതിക്കും ഡൈവേഴ്സിറ്റിക്കും കമ്മ്യൂണിറ്റിക്കും ലീഗൽ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഹാസ് എ റെലവന്റ് ആപ്ലിക്കേഷൻ വർക്ക് സെറ്റപ്പ് വെർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ക്യാൻ ബി ഡെവലപ്പ് ത്രൂ ഗ്രൂപ്പ് ആൻഡ് ടീംസ്. വർക്ക് സെറ്റപ്പിൽ ഭയങ്കരമായിട്ടോ കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ, ലീഡർഷിപ്പ് ആൻഡ് സോ. ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടോ നോക്കാന്, ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ, ഒരു ടീമിനെ ഉണ്ടാക്കാനും, വർക്കിൽ വരുന്ന ഒരു വർക്ക് ഓർഗനൈസേഷനിൽ വരുന്ന കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ചെയ്യാന്, അതിനൊക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഉപയോഗിക്കാം. അപ്ലൈഡ് സൈക്കോളജിയുടെ സ്കോപ്പ് ആണ് പറയുന്നത്. It has application in educational setup as well as besides sports, where team dynamics can be studied and suitable strategies can be developed to build high performing teams. സ്പോർട്സിൽ ഉപയോഗിക്കട്ടോ, നല്ലൊരു ഹൈ പെർഫോമിംഗ് ടീമിനെ ഉണ്ടാക്കാനൊക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ തിയറീസും ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. The field of applied social psychology also has application in the concept of social media and how it influences the individuals. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലും ആപ്ലിക്കേഷൻ ചെയ്യാം. ഇറ്റ് ഹാസ് ഓൾസോ ബി അപ്ലൈഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത്, വെർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബി ഡെവലപ്പ് ആൻഡ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി പ്രൊമോട്ട് ഹെൽത്തി പ്രാക്ടീസ് ആൻഡ് ബിഹേവിയർ ക്യാൻ ബി ഡെവലപ്പ്. അതായത് ഹെൽത്തിലും ഉപയോഗിക്കാം. ആളുകളുടെ എന്താണ് ഹെൽത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻസ് എങ്ങനെ കൊണ്ടുവരാം, ഹെൽത്തി പ്രാക്ടീസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. ഇവിടെ സോഷ്യൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നോട്ട് ഓൺലി ഫോക്കസ് ഓൺ തിയറി ബട്ട് ഓൾസോ ആപ്ലിക്കേഷൻ ഓഫ് ദി തിയറീസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആൻഡ് ഡെവലപ്പ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ ടു ഡീൽ വിത്ത് ദ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, എവിടെയൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നാണ്. അപ്പം വെറുതെ ഒരു തിയറി മാത്രം ഫോക്കസ് ചെയ്യില്ല, ആ തിയറി എങ്ങനെ അപ്ലൈ ചെയ്യാം ഇന്റർവെൻഷൻ ആയിട്ടും, എന്നിട്ട് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പറഞ്ഞത്. അപ്പൊ നോക്കിയ സ്കോപ്പ് ഒരുപാട് സ്ഥലത്ത് സ്കോപ്പ് ഉണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വർക്ക് സെറ്റപ്പ്, സ്പോർട്സിലൊക്കെ, റിസർച്ച് പ്രോഗ്രാമിലും പ്രോഗ്രാം ഡിസൈനിങ്ങിലും ഇവാലുവേറ്റ് റിസർച്ചിലും ഒക്കെ ഉണ്ട്. അതായത് റിസർച്ചിന്റെ അപ്ലൈഡ് സൈക്കോളജി. ഇപ്പൊ ഞാൻ ഓരോ ഏരിയ എടുത്ത് പറയാണ്. റിസർച്ച് എന്താ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇന്റർവെൻഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ വേറൊരു സ്കോപ്പാണ് പ്രോഗ്രാം. റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് നമുക്ക് ഡിസൈൻ ചെയ്യാം. എൻവയോൺമെന്റിലും ഡൈവേഴ്സിറ്റിയിലും കമ്മ്യൂണിറ്റിയിലും ലീഗൽ സിസ്റ്റത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് സെറ്റപ്സില്, ഗ്രൂപ്പില്, ടീമില്, വർക്ക് സെറ്റപ്സിൽ മെയിനായി ഗ്രൂപ്പ് ഉണ്ടാക്കുക, ടീമിനെ ബിൽഡ് ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടാക്കുക, ലീഡർഷിപ്പ്, അവിടെയും സ്കോപ്പ് ഉണ്ട്. സ്പോർട്സിലുണ്ട്, അതുപോലെ ഹെൽത്തില് ആൾക്കാരെ കൊണ്ട് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യിപ്പിക്കാം. ആൾക്കാർ ഇതിൽ ഇല്ലേ, പിന്നെ ഹെൽത്തിന് മെയിൻ ആണ് ഡ്രഗ് അബ്യൂസ് എങ്ങനെ കുറയ്ക്കാം, ഡ്രഗിന്റെ യൂസേജ് അതൊക്കെ കുറയ്ക്കാൻ സോഷ്യൽ സൈക്കോളജിയുടെ തിയറീസ് അപ്ലൈ ചെയ്യാം.
അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം മെയിൻ ആയിട്ട് ഏതൊക്കെയാണ്? ഒന്ന്, റിസർച്ചിന് നല്ല സ്കോപ്പ് ഉണ്ട്, പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി ലീഗൽ സിസ്റ്റത്തിലും വരുന്നുണ്ട്, വർക്ക് സെറ്റപ്പിൽ വരുന്നുണ്ട്. വർക്ക് സെറ്റപ്പിൽ എന്താണ്? ഗ്രൂപ്പ് ഉണ്ടാക്കുക, ടീം ഉണ്ടാക്കുക, കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ ഒക്കെയാണ്. സ്പോർട്സിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സിൽ എന്താണ്? ഹൈ പെർഫോമിംഗ് ഉണ്ടാവാണ്. പിന്നെ എന്താണ്? ഹെൽത്തിലാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. ഇവിടെയൊക്കെ സ്കോപ്പ് ഉണ്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക്. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ ഓക്കെ ആണോ എന്ന്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. In social psychology, studied about various concepts like social perception, influence, obedience, conformity, crowd, and so on. Social psychology നമ്മൾ കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. എന്തൊക്കെ? സോഷ്യൽ പെർസെപ്ഷന്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഒബീഡിയൻസ്, കൺഫർമിറ്റി, ക്രൗഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. Both the field, that is social psychology and applied social psychology, can be described as a science, and both focus on development of theories, testing, and then രണ്ടും ചെയ്യുന്നത് തിയറീസും ടെസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്. Thus, theories on one hand can help understand the social problem, and then the studies carried out by applied social psychologists can further lead to adding to fund of knowledge of social psychology. അതായത് ഒരു ഭാഗത്ത് സോഷ്യൽ സൈക്കോളജിയുടെ തിയറി ഉപയോഗിക്കുമ്പോൾ മറ്റു ഭാഗത്ത് നിന്നാണ് അത് ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഈ തിയറീസ് അപ്ലൈ ചെയ്യാനാണ്. സോഷ്യൽ സൈക്കോളജി ഓരോ കോൺസെപ്റ്റ് പഠിച്ച് തിയറി ഉണ്ടാക്കുമ്പോൾ ആ തിയറി വെച്ചിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാനാണ് ആപ്ലിക്കേഷൻസ് അല്ല അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. ഇതാട്ടോ ഡിഫറൻസ്. ഈ ഒരു ടേബിൾ തന്നെ പഠിച്ചു വെച്ചോളൂ. Let us look at the difference between social psychology and applied social psychology. Okay, social psychology focus ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഒരു ഹ്യൂമൻ ബിഹേവിയർ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് നോക്കുന്നത്. അവിടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ്? ഡിസ്ക്രിപ്ഷൻ ആട്ടോ ഫസ്റ്റ് പറയുന്നത്. ഡീൽ വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻ വേരിയസ് ഫീൽഡ്. ഇവിടെ എന്താക്കുന്നത്? ഈ സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതാണ് ഹ്യൂമൻ ബിഹേവിയർ ആണ് പറ്റി പഠിക്കുന്നു. ആ പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ബ്രാഞ്ച് സോഷ്യൽ സൈക്കോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇസ് ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സൈക്കോളജി. നോക്കിക്കേ, സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇവിടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ് തിയറി ഉണ്ടാക്കാനാണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ്. ഒരു സോഷ്യൽ പ്രോബ്ലംസും ഇഷ്യൂസും എങ്ങനെ ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ളതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ്. ഇനി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് അപ്രോച്ചാണ്. എവിടെ? സോഷ്യൽ സൈക്കോളജിയിൽ ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് ഓഫ് എ തിയറി. തിയറി ടെസ്റ്റ് ചെയ്യാതെ ഹൗ എ സർട്ടൻ തിയറി കുഡ് ഹെൽപ്പ് കോംപ്രിഹെൻഡിങ് സോഷ്യൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ആ തിയറിയാണ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെ തിയറി ഒരു സോഷ്യൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് സോഷ്യൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അതായത് അവിടെ ഈ ഒരു ന്യൂ തിയറി ഡിറൈവ് ചെയ്യുന്നു. ആ തിയറി തന്നെ എന്താകുന്നു? അഡിക്റ്റീവ് എക്സ്പ്ലനേഷനും ഡിസ്ക്രിപ്ഷനും ഉണ്ടാക്കും. സോഷ്യൽ ഇഷ്യൂ ഓർ പ്രോബ്ലം ഇല്ലാണ്ടാക്കും. ഇവിടെ ബിഹേവിയർ, ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നാണ്. ഇപ്പൊ ടെററിസത്തിലേക്ക് ഒരാളെ എന്തുകൊണ്ട് പോകുന്നു, ആ ബിഹേവിയർ എന്താന്ന് പഠിക്കുന്നത് സോഷ്യൽ സൈക്കോളജിയിലാണെങ്കിൽ ടെററിസം ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലാണ്. അതാണ് ഡിഡക്റ്റീവ് അപ്രോച്ചിൽ ടെസ്റ്റിംഗ് ഓഫ് എ തിയറിയാണ്. ഹൗ എ സർട്ടൻ തിയറി കുഡ് ഹെൽപ്പ് കോംപ്രിഹെൻഡ് സോഷ്യൽ ബിഹേവിയർ. ഒരു സോഷ്യൽ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യുക, പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജിയിൽ. അപ്ലൈഡിലോ ഈ ഒരു സ്വഭാവം എങ്ങനെ ഇല്ലാണ്ടാക്കാം, ആ പ്രാക്ടിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂ എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാം എന്നാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ നോക്കുന്നത്. അപ്പൊ ഡിസ്ക്രിപ്ഷന് ഒന്നെന്താണ് ഹ്യൂമൻ ബിഹേവിയറിനാണ്, ഒന്നെന്താണ് വാരീഡ് ഫീൽഡ്സിലെ ആപ്ലിക്കേഷൻ ആണ്. ബ്രാഞ്ച് സോഷ്യൽ സൈക്കോളജി, സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ചാണ്. ഫോക്കസ് ചെയ്യുന്നത് തിയറീസിലാണെങ്കിൽ മറ്റു സോഷ്യൽ പ്രോബ്ലംസിലാണ്. അപ്രോച്ച് സോഷ്യൽ സൈക്കോളജി ഡിഡക്റ്റീവ് അപ്രോച്ച് ആണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞോ ഓക്കെ ആണോ എന്ന്. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം
അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ അറിയോ, സം സിഗ്നിഫിക്കൻറ്റ് സയന്റിഫിക് കോർ വാല്യൂസ് ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ കോർ വാല്യൂസ് ആണ് പറഞ്ഞത്. 4 കോർ വാല്യൂസ് ഉണ്ട്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആകുമ്പോൾ അക്യുറസി വേണം, ഒബ്ജക്ടിവിറ്റി വേണം, സ്കെപ്റ്റിസം വേണം, ഓപ്പൺ മൈൻഡഡ്സ് വേണം, എത്തിക്സ് വേണം. ഈ കാര്യങ്ങളാട്ടോ പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യാട്ടോ. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ്. Applied social psychology can be necessarily be termed as a science not only because it's branch of social psychology. വെറും branch of social psychology അതിനെക്കൊണ്ടല്ല കേട്ടോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ സയൻസ് ആണെന്ന് പറയുന്നത്, which is in turn a significant area under psychology, but also because it utilizes systematic and empirical methods and is guided and directed by scientific core values. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് മാത്രം കൊണ്ടല്ല, അവിടെ ഒരു സിഗ്നിഫിക്കന്റ് ഏരിയ ആണ് സോഷ്യൽ സൈക്കോളജിയിലെ. എന്തുകൊണ്ടാണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എംപെരിക്കൽ, അതായത് നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള എംപെരിക്കലി ആണ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. കറക്റ്റ് സയന്റിഫിക്കലി ആണ് പഠിക്കുന്നത്. ആൻഡ് ഓൾസോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിക്ക് കോർ വാല്യൂസ് ഉണ്ട്, സയന്റിഫിക് കോർ വാല്യൂസും ഉണ്ട്. അതായത് 5 കോർ വാല്യൂസ് ഉണ്ട്. ഈ 5 കോർ വാല്യൂസ് ഉണ്ടായതിനെ കൊണ്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറയുന്നത്. നോക്കിക്കേ, സം ഓഫ് ദി സിഗ്നിഫിക്കന്റ് കോർ വാല്യൂസ് ആർ അക്യുറസി, ഒബ്ജക്ടിവിറ്റി, സ്കെപ്റ്റിസിസം, ഓപ്പൺ മൈൻഡഡ്സ് ആൻഡ് എത്തിക്സ്. ഈ 5 കാര്യങ്ങൾ ഉണ്ടായതിനെ കൊണ്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്തെന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്നുള്ളത്. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെഷർമെന്റ് ആസ് വെൽ ആസ് ഗാദറിംഗ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് നീഡ്സ് ടു ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് എനി സ്കോപ്പ് ഓഫ് ഇറർ ആൻഡ് വിത്ത് ഗ്രേറ്റ് പ്രിസിഷൻ. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുമ്പം ഒരു ഇററും ഇല്ലാതെ അക്യുറേറ്റ് ആയിരിക്കും ആ മെഷർമെന്റ്. ഇപ്പൊ പ്രജുഡിസിനെ ടെററിസത്തിനെയൊക്കെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്, അവിടെ ഒരു ഇററും ഇല്ലാണ്ട് വളരെ അക്യുറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു സയൻസ് ആണെന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്ടിവിറ്റി ഉണ്ട്, ഒരു സബ്ജക്ടിവിറ്റിയും കയറി വരില്ല. സബ്ജക്ടിവിറ്റി നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇപ്പൊ പ്രജുഡിസ്, ഓല് പ്രജുഡിസ് ആണ്, നമ്മൾ തോന്നിയ മാതിരി എഴുതി വെക്കില്ല, കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പഠിക്കുക. Objectivity is the process of testing a theory or in a measurement and information collection. There needs to be no subjectivity. ഒരു ഇൻഫർമേഷൻ എടുക്കുമ്പോഴും ഒരു മെഷർമെന്റ് ചെയ്യുമ്പോഴും നമ്മുടെ സബ്ജക്റ്റീവായിട്ട് ഒരു സാധനം കയറി വരരുത്. The process need to be objective and free from any bias. ഒരു ബയാസും ഉണ്ടാവാതെ വളരെ കൃത്യമായിട്ട് വേണം എന്ത് ചെയ്യാന് സോഷ്യൽ സൈക്കോളജി ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അത്രയും ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടോ ഒരു ബയാസോ കയറി വരരുത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണെന്നാണ്. ഒരിക്കലും സോഷ്യൽ സൈക്കോളജിയുടെ അണ്ടർലൈനെ കൊണ്ടല്ല, കുറച്ച് കോർ വാല്യൂസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ആൻഡ് എംപെരിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിൽ കോർ വാല്യൂസിന്റെ ഫസ്റ്റ് വൺ ആണ് അക്യുറസി. ഒരു ഇററും വരാണ്ട് ഗ്രേറ്റ് പ്രിസിഷനിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഒരു സബ്ജക്റ്റിവിറ്റി ബയാസും കയറി വരില്ല, കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആണ്. ഈ 2 പോയിന്റ്സ് മനസ്സിലായോ? ഇനി മൂന്നാമത്തെ സ്കെപ്റ്റിസിസം ആണ്. ഏതെങ്കിലും ഒരു ഔട്ട്കമും റിസൾട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ തൊണ്ട തൊടാണ്ട് വിഴുങ്ങൂല. അത് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യും. എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ഔട്ട്കമോ റിസൾട്ട്, അപ്പം ടെററിസം ഉണ്ടാകുന്ന ഇന്റെ കാര്യം കൊണ്ടാണെന്ന് കണ്ടെത്തി അക്യുറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് കണ്ടെത്തിയിട്ട് ഒരു റിസൾട്ട് കിട്ടിയാൽ തൊണ്ട തൊടാണ്ട് വിഴുങ്ങൂല, അത് ക്വസ്റ്റ്യൻ ചെയ്യും. എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കണ്ടോ? എനി ഔട്ട്കം ഓർ റിസൾട്ട് നീഡ് ടു ബി ക്വസ്റ്റ്യൻ ആൻഡ് നോട്ട് ആക്സെപ്റ്റഡ് വിത്തൗട്ട് വെരിഫൈങ്. ഏതൊരു റിസൾട്ട് ആയാലും നമ്മൾ ഔട്ട്കം ആയാലും അത് വീണ്ടും വെരിഫൈ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് സയൻസ് ആണെന്ന് പറയുന്നത്. പിന്നെ ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ട്. The outcome and results obtained after an empirical study that are valid and reliable need to be accepted with open-minded even if they contradict own belief. അടുത്തെന്താണ്? ഇനി ഈ സ്കെപ്റ്റിസിസം കഴിഞ്ഞ് എംപെരിക്കൽ സ്റ്റഡി ഒക്കെ കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് നമ്മളത് കിട്ടുന്ന സാധനം ചിലപ്പോൾ നമുക്ക് ദഹിക്കൂല പല കാര്യങ്ങളും. എന്നാൽ പോലും നമ്മളത് ഓപ്പൺ മൈൻഡഡ്ലി ചെയ്യും. ബിക്കോസ് അത് സയൻസ് ആണ്. നമ്മളെ ബിലീഫിന് എതിരാണെങ്കിൽ പോലും അത് വിശ്വസിക്കേണ്ടി വരും. ബിക്കോസ് അത് സയൻസ് ആണ്. എത്തിക്സ് ഉണ്ട്. എത്തിക്കൽ ഇഷ്യൂസ് നീഡ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ ക്യാരിങ് ഔട്ട് എനി സ്റ്റഡി ഓഫ് റിസർച്ച്. എത്തിക്സ് എന്തായാലും നോക്കണം. അത് ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കണം. ഈ എത്തിക്സും നോക്കിയിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പ്യുവർ സയൻസ് ആണ്. അതായത് അക്യുറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് സ്കെപ്റ്റിസിസം വെച്ചിട്ട് തരുന്ന സാധനം ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് സ്വീകരിക്കുന്നത്. ആൻഡ് കറക്റ്റ് നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് സയന്റിഫിക് കോർ വാല്യൂ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി.
ഓക്കെ ആണോ? ഇനി 4 ഗോളും കൂടി ഉണ്ട് കേട്ടോ. കോർ വാല്യൂ ഉണ്ട്, സയൻസ് ആണെന്ന് പറയുന്നത് 4 ഗോളും കൂടി ഉണ്ട് കേട്ടോ. ഇനി 11 മണിയായില്ലേ, ഇനി നാളെ ബാക്കി എടുക്കാം. ഇതിനി കുറച്ചോ ഉള്ളൂ. അപ്പൊ നാളെ ഞാൻ വിചാരിക്കുന്നത് സെക്കൻഡ് മോഡ്യൂൾ വേണമെങ്കിൽ ജസ്റ്റ് തുടങ്ങിയിടാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞു, പിന്നെ നമ്മൾ 4 കമ്പണൻസ് ഓഫ് തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി പറഞ്ഞു, പിന്നെ നമ്മൾ സ്കോപ്പായിരുന്നു വിശദമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ സോഷ്യൽ സൈക്കോളജിയും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നമ്മുടെ ഡിഫറൻസ് നമ്മൾ കോട്ട് ചെയ്തു, പിന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സയൻസ് വരുന്ന കാര്യങ്ങൾ, ആ സയൻസ് വരുമ്പോൾ കോർ വാല്യൂസും ഉണ്ട്, 4 മെയിൻ ഗോൾസ് ഓഫ് സയൻസ് ഉണ്ട് കേട്ടോ. കോർ വാല്യൂസ് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ 4 സയൻസും കൂടി പറയുമ്പോൾ ഈ 5 ഗോൾസും കൂടി പറയുമ്പോൾ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ, സയൻസിന്റെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യൽ പോളിസിയും ലെവൽ ഓഫ് അനാലിസിസും വരുന്നുണ്ട്. ഓക്കെ ആണോ? സെക്കൻഡ് മോഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിടാം എന്നാണ് വിചാരിക്കുന്നത് നാളെ. ഓക്കെ ആണോ? നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ. ഓക്കെ ആണോ മക്കൾസ്? അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ്. നാളെ നമ്മൾ ഈ മോഡ്യൂള് തീർത്തിട്ട് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നാളെ 2 സെഷൻ ഉണ്ടാവും. ഒരു സെഷൻ ഈ പറഞ്ഞ പോലെ 11-11:30 ആയിരിക്കും. രണ്ടാമത്തത് 5 മണിക്കോ 4:30 ആയിരിക്കും. 2 സെഷൻ പെട്ടെന്ന് തീർന്നു കിട്ടും, എക്സാം ആവാറായില്ലേ. ഓക്കെ, അപ്പൊ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ബൈ ബൈ മാം. ഓക്കെ, ബൈ ഗായത്രി.